ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞു. ജലസ്നാനം കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ജ്ഞാനസ്നാനം കൊടുക്കുക എന്നുള്ളത് വളരെ സുപരിചിതമായ ഒരു കാര്യമാണ്. പഴയ മനുഷ്യനെ അടക്കം ചെയ്ത് പുതിയ മനുഷ്യനായി വീണ്ടും ജനിക്കുന്ന ഒരു പ്രക്രിയ. വെള്ളത്തിൽ പഴയ മനുഷ്യനെ മുക്കി അടക്കം ചെയ്ത് വീണ്ടും ഒരു പുതിയ മനുഷ്യനായി തണ്ണിക്കുടം പൊട്ടിച്ച് വീണ്ടും ജനിക്കുന്ന ഒരവസ്ഥ. അതിലൂടെ ക്രിസ്തുയേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അടയാളമാണ് അനേകർ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ജലസ്നാനത്തിലൂടെ അവൻ്റെ സാക്ഷികളായിരിക്കുന്നു. എത്രയോ അധികം ആളുകൾ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ സ്നാപക യോഹന്നാൻ ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളെ ജലത്താലാണ് സ്നാനപ്പെടുത്തുന്നത്, പക്ഷേ അവൻ വരുമ്പോഴോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം. നമുക്ക് പരിശുദ്ധാത്മാവിനെ അറിയാം, പിതാവായ ദൈവത്തെ അറിയാം, കർത്താവായ യേശുക്രിസ്തുവിനെ അറിയാം. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ നിറയുന്നു, നനഞ്ഞ് കുതിർന്ന് വെള്ളത്തിൽ നീന്തുന്ന ഒരവസ്ഥ, ആത്മാവിനാൽ നിറയപ്പെട്ട അവസ്ഥ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതം, മുട്ടോളമല്ല അരയോളമല്ല, നീന്തി നീന്തി ഒഴുകുന്ന ഒരു പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നാം കണ്ടിട്ടുണ്ടല്ലോ. ചില കുട്ടികൾ വഴിയിലൂടെ നടക്കുമ്പോൾ അവർ സ്വാഭാവികമായി നമ്മളോട് സംസാരിച്ചുകൊണ്ട് നടക്കുകയായിരിക്കും. പെട്ടെന്ന് അവൻ ക്രിക്കറ്റുകാരൻ പന്തെറിയുന്നത് പോലെ ചാടി കൈകൾ കറക്കി പന്ത് വലിച്ചെറിയും. സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ക്രിക്കറ്റിൻ്റെ ഒരാത്മാവ് പ്രവർത്തിക്കുകയാണ്. അവൻ അറിയാതെ ഒരു ക്രിക്കറ്റ് കളിക്കാരനെ പോലെ പെരുമാറുന്നു. ഇതേപോലെ പല വിധത്തിലുള്ള ആത്മാവിനാൽ മനുഷ്യൻ നിയന്ത്രിക്കപ്പെടാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യ ജീവിതം, സത്യത്തിൽ നാം ഓരോരുത്തരും ആത്മജീവികളാണ്. നമ്മുടെ ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുശേഷമാണ് ദേഹി, അതിനുശേഷമാണ് ദേഹത്തിന് സ്ഥാനമുള്ളൂ. ജഡികമായിട്ടുള്ള ചിന്തകളിലും ജീവിത നിലവാരത്തിൽ നിന്നും വ്യത്യസ്തമായി നാം അറിയാതെ ദൈവ വചന അധിഷ്ഠിതമായി പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് ക്രിസ്തു തുല്യമായ ഒരു ജീവിതം നാം ജീവിക്കുമ്പോൾ, ആ ജീവിതം ഒരു സ്വാഭാവികമായ ജീവിത രീതിയായി മാറുമ്പോൾ അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതമാകും. കൂടുതൽ പ്രാർത്ഥിക്കാം, കൂടുതൽ വചനം വായിക്കാം. പരിശുദ്ധാത്മാവിൽ നടക്കുക എന്ന് പറയുന്നത് സുബോധത്തിൻ്റെ ആത്മാവിൽ നടക്കുന്നതാണ്, സത്യാത്മാവിനാൽ നടക്കുന്നതാണ്. ആത്മാവിൽ നിറഞ്ഞ് ഒരു ജീവിതം ജീവിക്കാൻ നമുക്കും പരിശ്രമിക്കാം.